അങ്ങനെ ഞാൻ സ്നേഹചേച്ചി പറഞ്ഞ സ്ഥലത്തെത്തി. ഞാനാ ദക്ഷിണ, ദേവേട്ടൻ്റെ. മനസ്സിലായി. സ്നേഹ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചി ദേവേട്ടനോട് ക്ഷമിക്കണം. ദേവേട്ടൻ അറിഞ്ഞുകൊണ്ടല്ല ചേച്ചിയെ വേണ്ടെന്ന് വെച്ചത്. അവൾ പറഞ്ഞുകൊണ്ട് തിരുമേനി പറഞ്ഞതും രുദ്രൻ അവളെ കെട്ടേണ്ടി വന്ന സാഹചര്യവുമെല്ലാം സ്നേഹയോട് പറഞ്ഞു. അപ്പോൾ ദക്ഷിണയ്ക്ക് രുദ്രേട്ടനെ ഇഷ്ടമല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അത് എനിക്ക് എനിക്ക് ദേവേട്ടനെ ഇഷ്ടമായിരുന്നു. പക്ഷേ ദേവേട്ടൻ എന്നോട് ദേഷ്യമാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അവൾ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ നിറച്ചു. ദക്ഷിണ, രുദ്രേട്ടനെ എനിക്കിഷ്ടമായിരുന്നു എന്നുള്ളത് ശരിയാ. പക്ഷെ എനിക്ക് പലപ്പോഴും രുദ്രേട്ടനിൽ നിന്നും എനിക്കത് കിട്ടിയിട്ടില്ല. ഞാനാ പലപ്പോഴും രുദ്രേട്ടനെ അങ്ങോട്ട് വിളിക്കുന്നത്. പലപ്പോഴും ഇഷ്ടമില്ലാത്തതുപോലെയാണ് രുദ്രേട്ടൻ എന്നോട് സംസാരിക്കുന്നത്. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ആ ദേഷ്യത്തിന് കാരണം പിന്നെ കൂളാകുമ്പോൾ ഞാൻ ചോദിക്കും. അപ്പോഴെല്ലാം ദക്ഷി അങ്ങനെ ഡ്രസ്സ് ചെയ്തത് ഇഷ്ടമായില്ല, ദക്ഷി അങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറയും. ദക്ഷി ആരാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു മറുപടി എനിക്ക് തരില്ല. അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ദക്ഷിണ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും രുദ്രേട്ടനെ അത്രയധികം വിഷമിപ്പിക്കുന്നുണ്ട് എന്നായിരുന്നു. പക്ഷെ ദേവേട്ടന് എന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്താലും എന്താ? അതൊന്നും എനിക്കറിയില്ല ദക്ഷിണ. പക്ഷെ ആ നാവിൽ ഞാൻ എപ്പോഴും കേൾക്കുന്നൊരു പേരാണ് ദക്ഷി എന്നുള്ളത്. ആദ്യമൊക്കെ എനിക്ക് ദേഷ്യം വരുമായിരുന്നു ആ പേര് കേൾക്കുമ്പോൾ. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ആ മനസ്സിൽ എൻ്റെ സ്ഥാനത്തേക്കാൾ വലുതാണ് ദക്ഷി എന്ന പെൺകുട്ടിയെന്ന്. നിങ്ങൾ തന്നെ ആയിരുന്നു ദക്ഷിണ ഒന്നിക്കേണ്ടത്. അത് നടന്നു. ഞാൻ ഒഴിഞ്ഞു മാറി തരാൻ തയ്യാറാണ്. കാരണം സ്നേഹം നമുക്കൊരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല. ചേച്ചിക്ക് ദേവേട്ടനോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഒരിക്കലും ഇല്ല. രുദ്രേട്ടനോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. വെറുതെ എന്നെ പ്രേമിച്ചതുപോലെ അഭിനയിച്ചതാണെങ്കിൽ പോലും രുദ്രേട്ടന് എന്നെ യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും, ഒരു നോട്ടം കൊണ്ട് പോലും രുദ്രേട്ടൻ എന്നെ അങ്ങനെ ചെയ്തിട്ടില്ല. ആ കണ്ണുകളിൽ ഒരിക്കലും ഞാൻ എന്നോട് രുദ്രേട്ടനുള്ള പ്രണയം കണ്ടിട്ടില്ല. ചേച്ചി, ഞാൻ വന്നത് ചേച്ചിക്ക് ഒരിക്കലും ദേവേട്ടനോട് ദേഷ്യം ഉണ്ടാകരുതെന്ന് പറയാനാ. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ചേച്ചിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന്. ദക്ഷിണ ധൈര്യമായിട്ട് പൊയ്ക്കോ. എനിക്ക് രുദ്രേട്ടനോട് ഒരു ദേഷ്യവും ഇല്ല. ഞാൻ മനഃപൂർവ്വം രുദ്രേട്ടനിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ പോലും രുദ്രേട്ടനെ അങ്ങോട്ട് വിളിക്കാഞ്ഞത്. ചേച്ചി, ഞാൻ വന്നതൊന്നും ദേവേട്ടൻ അറിയരുത്. ഞങ്ങൾ എന്തെങ്കിലും ഇഷ്ടത്തിലാകുവാണെങ്കിൽ ഞാൻ തന്നെ ദേവേട്ടനോട് തുറന്നു പറഞ്ഞോളാം. ദച്ചു അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു. അങ്ങനെയാണ് ചേച്ചി പിന്നെ ദേവേട്ടനെ വിളിക്കാതെയായതും ദേവേട്ടൻ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ തുടങ്ങിയതും. അവൾ ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് നീ എന്താ ഇതുവരെ എന്നോട് ഇതൊക്കെ പറയാഞ്ഞത്? ഇവളെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് കിട്ടാഞ്ഞപ്പോൾ പോലും നീ എന്നോട് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. രുദ്രൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവളോട് ചോദിച്ചു. എന്താ ദേവേട്ട ഇത്? നമുക്ക് അതിനേക്കാൾ വലിയ കാര്യങ്ങളല്ലേ സംസാരിക്കാനുള്ളത്. അതിനിടയ്ക്ക് ഇതൊക്കെ ഓർക്കാൻ എപ്പോഴാണ് സമയം? പിന്നെ അന്ന് ഞാൻ പറയാഞ്ഞത് അത് മനഃപൂർവ്വം തന്നെയാണ്. പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെടുമല്ലോ എന്ന് ഞാൻ കരുതി. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രുദ്രൻ അത് കേട്ട് ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിയിട്ട് കാറിനടുത്തേക്ക് നടന്നു. ഓ, ടെററായല്ലോ കാശിയേട്ടാ, അവൾ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നീ തന്നെ ഒപ്പിച്ചു വെച്ചതല്ലേ. കാശി ചിരിയോടെ പറഞ്ഞു. വാ, വീട്ടിൽ ചെന്നിട്ട് ഭാര്യയും ഭർത്താവ് കൂടി പറഞ്ഞു തീർക്ക്. കാശി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളും ചെറുചിരിയോടെ കാശിയോടൊപ്പം നടന്നു. ദേവേട്ട, അവൾ ബാക്കിലിരുന്നു കൊണ്ട് ഫ്രണ്ടിൽ കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അവനെ വിളിച്ചു. അവൻ അവളുടെ കൈകളെ തട്ടിമാറ്റി. എന്താ ദേവേട്ട ഇത്? കഷ്ടമുണ്ട് കേട്ടോ, ഒന്ന് നോക്ക്. അവൾ വീണ്ടും അവനെ തട്ടി വിളിച്ചു. ദക്ഷി, ചുമ്മാ അടങ്ങിയിരിക്കണേ, അവൻ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. ഇല്ല, എന്നോട് മിണ്ടാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. ദക്ഷി, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. രുദ്രൻ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് നേരെ ഇരുന്നു. ലച്ചു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണു ചിമ്മിക്കാണിച്ചു. കാശി ഒരു ഹോട്ടലിന് മുമ്പിൽ വണ്ടി നിർത്തി. രുദ്രനും കാശിയും ലച്ചുവും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ലച്ചു വാ, ലച്ചു അവളെ നോക്കി വിളിച്ചു. എനിക്ക് വേണ്ട, നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ. അവൾ ലച്ചുവിനെ നോക്കി മറുപടി പറഞ്ഞു. ദച്ചു, എന്തിനാടി വാശി പിടിക്കുന്നേ? വാടി. ലച്ചു വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ലച്ചു കാശിയെ നോക്കി. ദച്ചുട്ടാ, ഇറങ്ങി വാ. എനിക്ക് വേണ്ട കാശിയേട്ടാ, എനിക്ക് വിശപ്പില്ല. അവൾ കാശിയെ നോക്കി പറഞ്ഞതും കാശി രുദ്രനെ നോക്കി. രുദ്രൻ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ഹോട്ടലിലേക്ക് കയറിക്കൊള്ളാൻ കണ്ണു കാണിച്ചു. കാശിയും ലച്ചുവും പോയതും രുദ്രൻ വണ്ടിക്കകത്തേക്ക് കയറി അവളുടെ അടുത്തേക്കിരുന്നു. അവൻ വരുന്നതനുസരിച്ച് അവൾ നീങ്ങിയിരുന്നു. ഇനിയിപ്പോൾ ഡോറ് തുറന്ന് റോഡിലിരിക്കേണ്ടി വരും. അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി. ഇറങ്ങി വാ, കഴിക്കാം. എനിക്ക് വേണ്ട. ദക്ഷി, കൂടുതൽ വാശി കാണിച്ചാൽ പൊക്കി എടുത്തുകൊണ്ട് ഞാൻ പോകും, കേട്ടല്ലോ.
വാശി ദേവേട്ടന് മാത്രമുള്ളതല്ല, എനിക്കുമുണ്ട്. അവൾ മാറിൽ കൈകെട്ടി തിരിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു, ശരി, ഞാൻ നിന്നോട് മിണ്ടാം, പോരെ? അങ്ങനെ ആർക്കോ വേണ്ടി എന്നോട് മിണ്ടണ്ട. ദക്ഷി, നമുക്കതിനെപ്പറ്റി വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. ഇപ്പം ഇറങ്ങി വന്നേ. ചുമ്മാ വാശി കാണിച്ച് എന്നെയും ദേഷ്യം പിടിപ്പിക്കരുത്. അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ അവനെ നോക്കി. ഇറങ്ങി വാ. അവൻ കാറിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ ഇറങ്ങി ഹോട്ടലിലേക്ക് കയറി. ഫുഡൊക്കെ കഴിഞ്ഞവർ വീട്ടിലെത്തി. രുദ്രൻ ദച്ചുവിനെ നോക്കാതെ തന്നെ മുറിയിലേക്ക് കയറിപ്പോയി. ദച്ചു ലച്ചുവിനെയും കാശിയെയും നോക്കി. സാരമില്ല, മോൾ ഇതുവരെ പറയാത്തതിൻ്റെ വിഷമമായിരിക്കും അവന്. മോൾ ചെന്ന് സംസാരിക്കുക. കാശി അവളെ സമാധാനിപ്പിച്ച് റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ദച്ചു റൂമിൽ ചെന്നപ്പോൾ രുദ്രൻ കുളിക്കാൻ പോകാൻ തുടങ്ങുകയായിരുന്നു. ദേവേട്ടാ, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. എന്താ? അവൻ ഗൗരവത്തോട് ചോദിച്ചു. എന്തിനാ ദേവേട്ട എന്നോട് പിണങ്ങിയിരിക്കുന്നേ? സത്യമായിട്ടും ഇതൊന്ന് ദേവേട്ടനോട് പറയണമെന്ന് കരുതിയതാ. പിന്നെ നമുക്കിടയിൽ ഇതൊരു ചർച്ചാ വിഷയമാകേണ്ടെന്ന് കരുതിയാ ഞാൻ പറയാഞ്ഞത്. സോറി. എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? എനിക്ക് വിഷമം വരുന്നുണ്ട്. ദക്ഷി, ഞാനൊന്ന് കുളിക്കട്ടെ, മാറ്. അവൻ അവളുടെ കൈകളെ പിടിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. ദച്ചുവിന് നന്നായിട്ട് വിഷമം വരുന്നുണ്ടായിരുന്നു. അമ്മേ, ദേവേട്ടാ, അവൾ വയറ്റിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. രുദ്രൻ അത് കേട്ടതും ബാത്റൂമിൽ നിന്ന് മുണ്ട് മാത്രം എടുത്തുകൊണ്ട് ഓടി വന്നു. അവൻ്റെ ശരീരം മുഴുവൻ വെള്ളമായിരുന്നു. ദക്ഷി, എന്താടാ? അവൻ അവളെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. വെള്ളം. അവൾ വെള്ളം വേണമെന്ന് പറഞ്ഞതും അവൻ മുറിയിലിരുന്ന ബോട്ടിലിൽ നിന്നും വെള്ളമെടുത്ത് അവൾക്ക് കൊടുത്തു. എന്താടാ, എന്തു പറ്റി? അവൻ ആവലാതിയോടെ അവളോട് ചോദിച്ചു. ഒന്നുമില്ലല്ലോ, അവൾ കൈമലർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി. ചുമ്മാ എന്നോട് സ്നേഹമുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്തതാ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ കൈ നീട്ടി അവളുടെ കവളിൽ പതിയെ ഒന്നടിച്ചു. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് അവനെ നോക്കി. ടെസ്റ്റ് ചെയ്യാൻ നിനക്ക് ഇമാതിരി കാര്യങ്ങളെ അറിയുള്ളൂ. അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അവളെ നോക്കി. എന്തൊക്കെയോ കവളിൽ കൈവച്ചുകൊണ്ട് നിന്ന് പിറുപിറുക്കിയായിരുന്നു അവൾ. ഇടയ്ക്ക് കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട്. അവൻ അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ടു. പോ, വിട്, വേണ്ട, എന്നെ തൊടണ്ട, എന്നെ തല്ലിയില്ലേ? അവൾ അവൻ്റെ നെഞ്ചിൽ തല്ലിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ഒരു വട്ടമല്ലേ തല്ലിയുള്ളൂ, നീ ഇപ്പം എത്ര വട്ടം എന്നെ തല്ലി? അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ്റെ ശരീരത്തിലെ വെള്ളം അവളുടെ ടോപ്പിൻ്റെ മുൻഭാഗത്തെ നനച്ചിരുന്നു. ഞാൻ സോറി പറഞ്ഞതല്ലേ, എന്നിട്ടും എന്നോട് മിണ്ടാതിരുന്നില്ലേ? എന്ത് കാണിച്ചിട്ടും പിന്നെ ഒരു സോറി പറഞ്ഞാൽ ചെയ്തത് മാഞ്ഞു പോകൂടി? അവൻ പുരികം പൊക്കി ചോദിച്ചു. അതിന് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റൊന്നും അല്ലല്ലോ ഞാൻ ചെയ്തത്. സ്നേഹ ചേച്ചിയെ കാണാൻ പോയത് ഞാൻ ഏട്ടനോട് പറഞ്ഞില്ല, അത്രയല്ലേ ഉള്ളൂ. അത് എന്നിൽ നിന്നും മറച്ചു വെച്ചത് തെറ്റല്ലേ? നമ്മുടെ സന്തോഷത്തിനിടെ ഞാൻ ആ കാര്യം വേണ്ടെന്ന് വെച്ചിട്ടാ. ശരി, ഞാൻ ക്ഷമിച്ചു, പോരെ? ഇനി ഒന്നും എന്നിൽ നിന്ന് ഒളിച്ചു വെക്കരുത്, കേട്ടോ? എന്തടിയാ അടിച്ചത്? എൻ്റെ പല്ല് പോയെന്നാ തോന്നുന്നേ. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അതെയോ, എവിടെ നോക്കട്ടെ? അവൻ അവളുടെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ വിരലുകളുടെ പാട് തിണർത്ത് കിടപ്പുണ്ടായിരുന്നു. അവൻ അവിടെ ചുണ്ടുകൾ ചേർത്തു. അവൾ കുറുമ്പോടെ അവളുടെ മുഖം മുഴുവൻ കാണിച്ചു കൊടുത്തു. അവൻ അവിടെ എല്ലാം ചുണ്ടുകൾ ചേർത്തു. ഞാൻ പോയി കുളിക്കട്ടെ, അവൻ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും മാറിയതും അവൾ അവനെ തള്ളി കട്ടിലേക്കിട്ടു. എന്താടി? അവൻ പുരികം പൊക്കി ചോദിച്ചു. ഐ നീഡ് യു നൗ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ പിൻതലയിൽ പിടിച്ചു അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു. അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനോടൊപ്പം അവൻ്റെ കൈകൾ അവളിൽ കുസൃതി കാണിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചിരിയും ശ്വാസനിശ്വാസങ്ങളും ആ മുറിയിൽ ഉയർന്നു കേട്ടു. ഒടുവിൽ അവനിലെ പ്രണയത്തെ അവളിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. ഫാനിലേക്ക് നോക്കി കിടക്കുകയാണ് ദക്ഷി. അവളുടെ നഗ്നമായ മാറിൽ തലവെച്ചുറങ്ങുകയാണ് രുദ്രൻ. അവൾ അവൻ്റെ തലമുടിയിൽ വിരലിട്ട് തലോടിക്കൊണ്ടിരിക്കുകയാണ്. ദേവേട്ടാ, എഴുന്നേൽക്ക്, സമയം ഒരുപാടായി, കുളിച്ചിട്ടില്ല. ഇനി നാളെ കുളിക്കാടി പ്ലീസ്. ദേവേട്ടാ, നമ്മൾ മുറിയിലേക്ക് വന്നിട്ട് കുറേ നേരമായി. അവരൊക്കെ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാനാ? നമ്മൾ ഉറങ്ങിയെന്ന് വിചാരിക്കും, അത്രേ ഉള്ളൂ. നീ മിണ്ടാതെ കിടക്ക്, എനിക്ക് ഉറങ്ങണം. ആഹാ, അത്രയ്ക്കായോ? അങ്ങോട്ട് എഴുന്നേറ്റേ. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ദക്ഷി, എന്താടി കുന്തം? അങ്ങോട്ട് പോയി കുളിച്ചേ, ഞാൻ താഴേക്ക് ചെല്ലട്ടെ. നീ കുളിക്കുന്നില്ലേ? ഞാൻ പിന്നെ കുളിച്ചോളാം. അമ്മയൊക്കെ എന്ത് വിചാരിക്കും? ഇത്ര നേരമായിട്ട് നമ്മൾ എന്തെടുക്കുവാന്ന് കരുതും? നമ്മൾ സ്നേഹിച്ചതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കോളും. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. ആ ചുണ്ടൊന്ന് കണ്ണാടി പോയി നോക്കിക്കേ. അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ കണ്ണാടിയിലേക്ക് ചെന്ന് നോക്കി. ചുണ്ട് കുറച്ച് പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പേടിപ്പിച്ചു. ഹോ, ഇങ്ങനെ നോക്കാതെടി, ഇനി നീ താങ്ങില്ല. അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ ചിരിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ മുഖം 2 കൈകൾ കൊണ്ടും എടുത്തിട്ട് അവനടിച്ച കവിളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. സോറി,
അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് കണ്ണു ചിമ്മി കാണിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ദച്ചുവും രുദ്രനും വാശിയോടെ പ്രണയിച്ചുകൊണ്ടിരുന്നു. പരസ്പരം സ്നേഹിച്ചും വഴക്കുണ്ടാക്കിയും പിണങ്ങിയും ഇണങ്ങിയും അവരുടെ ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. ഒരു മഴയുള്ള രാത്രി കാശി വൈകിട്ട് ഓഫീസിൽ നിന്നും വന്നപ്പോൾ ലച്ചു കുളിച്ചിട്ടിറങ്ങുകയായിരുന്നു. കാശി ഡോറ് തുറന്ന് കയറി വന്നതും ലച്ചു ഇറങ്ങിയതും ഒന്നിച്ചായിരുന്നു. തലയിൽ ടവൽ കെട്ടിവെച്ചിട്ടുണ്ട്. അവൻ്റെ ഒരു ഷർട്ട് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. കഴുത്തിലും മുഖത്തും കാലിലും ഒക്കെ വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവനെ കണ്ടതും അവൾക്ക് ആകെ ചളുപ്പ് തോന്നി. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചിരിയോടെ നടന്നു. അത് കാശിയേട്ടാ, ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് അലക്കാൻ വെച്ചിരുന്ന ഏട്ടൻ്റെ ഷർട്ട് എടുത്തത്, അവൾ വിക്കി വിക്കി പറഞ്ഞു. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. അവൻ ചിരിച്ചുകൊണ്ട് അവളെ അവൻ്റെ നേരെ തിരിച്ചു നിർത്തി. അവനെ നോക്കാനാകാതെ അവൾ തല കുനിച്ചു. അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി. അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താടി? അവൻ പുരുകം പൊക്കി ചോദിച്ചു. തണുക്കുന്നു കാശിയേട്ടാ, അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ ശരീരം ചൂട് പിടിക്കുവാടി. അവൻ ഷർട്ടിനിടയിൽ കൂടി നഗ്നമായ അവളുടെ വയറിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൾ നാണം കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തി. ലച്ചു, സ്വന്തമാക്കിക്കോട്ടെ ഞാൻ നിന്നെ, എൻ്റേത് മാത്രമായിട്ട്. അവൻ അവളുടെ മുഖം രണ്ട് കൈയിലും എടുത്തുകൊണ്ട് അരുമയായി ചോദിച്ചു. അവൾ സമ്മതം എന്ന പോലെ അവൻ്റെ കാലിൽ കയറി നിന്നുകൊണ്ട് അവൻ്റെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. കാശി അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് കട്ടിലേക്ക് കിടത്തി. അവൾ അവനെ നോക്കാതെ തിരിഞ്ഞു കിടന്നുകൊണ്ട് തലയിണയിലേക്ക് മുഖം പൊഴ്ത്തി. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നേരെ കിടത്തി അവളിലേക്ക് അമർന്നു. അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ താഴേക്കിറങ്ങി. ഇരു കവളിലും ചുംബിച്ച് അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ ചെറുതായി ഒന്ന് കടിച്ചു വിട്ടു. അവൻ മൂക്കുഴിഞ്ഞുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. എന്താടി? അവൻ ചിരിയോട് ചോദിച്ചു. കടിച്ചു പറിക്കുവോ? അവൾ കപടദേഷ്യത്തോടെ തിരികെ ചോദിച്ചു. അതെങ്ങനെയാ പറയുന്നേ? അവൻ അവളുടെ മുഖത്ത് വിരൽ കൊണ്ട് തലോടി ചോദിച്ചു. ദുഷ്ടൻ, അവൾ കുറുമ്പോടെ പറഞ്ഞു. അവൻ ചിരിയോടെ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു. മൃദുലമായ അവളുടെ ചുണ്ടുകളുടെ മാധുര്യം അവൻ്റെ ശരീരത്തെ ചൂടുപിടിപ്പിച്ചു. ചുണ്ടുകളും നാവുകളും തമ്മിൽ ഇണചേരുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും ശരീരം ചൂടുപിടിച്ചു. ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവൾക്ക് ശ്വാസം വിലങ്ങിയതും അവൾ രണ്ട് കൈകൾ കൊണ്ടും അവനെ ശക്തിയോടെ തള്ളിമാറ്റി കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. സോറി, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും അവനോടൊപ്പം പുഞ്ചിരിച്ചു. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി അവളുടെ കഴുത്തിൽ ചുംബിച്ചുണർത്തുമ്പോൾ അവൻ്റെ കൈകൾ അവളിൽ കുസൃതി കാട്ടുന്നുണ്ടായിരുന്നു. അവൾ ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു. അവൾ നാണം കൊണ്ട് അവനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അവളുടെ മുടികളെ മാടി ഒതുക്കിക്കൊണ്ട് അവൻ അവളുടെ ചുണ്ടുകൾ ചേർത്തു. അവളുടെ ഓരോ രോമകൂപത്തെയും അവൻ ചുംബിച്ചുണർത്തി. അവൻ്റെ കൈകളും വിരലുകളും അവളുടെ ശരീരത്തിൽ ഓടി നടന്നു. അവൾ കൈകൾ രണ്ടും ബെഡ്ഷീറ്റിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി. ആ മഴയുടെ തണുപ്പിലും രണ്ടുപേരുടെ ശരീരം വിയർത്തൊലിച്ചു. ഒടുവിൽ അവളെ പൂർണ്ണമായും സ്വന്തമാക്കിക്കൊണ്ട് അവൻ അവളിലേക്ക് തളർന്നു വീണപ്പോഴും അവൾ രണ്ട് കൈകൾ കൊണ്ടും അവനെ ചേർത്ത് പിടിച്ച് ചുംബിച്ചിരുന്നു. ലച്ചു, അവൻ്റെ നഗ്നമായ നെഞ്ചിൽ വിയർത്തൊലിച്ച് തളർന്നു കിടക്കുന്നവളെ അവൻ വിളിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് ഒന്ന് മൂളി. എന്തുപറ്റി? ക്ഷീണിച്ചോ? അവൻ കുസൃതി ചിരിയോട് ചോദിച്ചതും അവൾ മുഖമുയർത്തി കുറുമ്പോടെ അവനെ നോക്കി. ഞാനൊന്നും ചെയ്തില്ലല്ലോ ഇങ്ങനെ നോക്കാൻ, അവൻ ഇളിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നും ചെയ്തില്ലേ ദുഷ്ടാ? അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ തിരികെ ചോദിച്ചു. ഡി കുട്ടിപ്പിശാശെ, വേദനിക്കുന്നു. അവൻ അവളുടെ കൈകളെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേദനയില്ലേ? അവൾ കപടദേഷ്യത്തോട് ചോദിച്ചു. അതിന് ഞാൻ നിന്നെ വേദനിപ്പിച്ചില്ലല്ലോ. വേദനിപ്പിച്ചില്ലേ? അവൾ വീണ്ടും പുരുകം പൊക്കി ചോദിച്ചു. എടി, അതൊക്കെ ഇതിൻ്റെ ഭാഗമല്ലേ, പിന്നെ ശീലമായിക്കോളും. അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ നോക്കി മുഖം വീർപ്പിച്ചു. ഇങ്ങനെ മുഖം വീർപ്പിക്കാതെ പെണ്ണെ, ഒരു കൺട്രോളിൽ കിടക്കുവാൻ ഞാൻ. അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിയോടെ ഒന്നുകൂടി അവനെ ചേർന്ന് കിടന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു.